ഹസ്കിയേൽ കണ്ട രഥത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളവളായി തീർന്ന ദൈവമാതാവായ മറിയാമിന്റെ പുകഴ്ചകളെ വർണ്ണിക്കുവാൻ കഴിവുള്ള ബോധമോ നാവോ ഏതാകുന്നു? ക്രൂപേന്മാരാൽ വന്ദിക്കപ്പെടുന്നവനെ ശരീരത്തോടുകൂടി അവൾ വഹിച്ചു. അവൾ രണ്ടാമത്തെ ആകാശമായി തീർന്ന നീതിയുടെ സൂര്യനെ ആഘോഷിച്ചു. നിർമ്മല രോമകെട്ടായ അവൾ സ്വർഗീയ മഴയെ സ്വീകരിച്ചു. കന്യാമാതാവായ അവൾ ശരീരിയായി തീർന്ന ദൈവത്തെ പ്രസവിച്ചു. അവൾ മൂലം ആദാമിന്റെ കടം വീട്ടപ്പെട്ടു. സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും എന്ന് അവൾ തന്നെ പറഞ്ഞ പ്രവചനപ്രകാരം ദൈവമാതാവെന്ന നിലയിൽ അവൾക്ക് നാം ഭാഗ്യം ആശംസിച്ചു പറയണം. തന്റെ ദഹിപ്പിക്കുന്ന ശക്തിയെ ഒതുക്കുവാൻ ആകാശങ്ങൾക്ക് മതിയാകാത്തവന് മാതാവായി തീർന്ന കന്യകയെ നിനക്ക് ഭാഗ്യം. തന്റെ ഉള്ളം കൈയിൽ സൃഷ്ടിയെ വഹിച്ചിരിക്കുന്നവനെ കൈകളിൽ ആഘോഷിക്കുകയും തന്റെ ആഗ്യത്താൽ ഉറവകൾ ഒഴുക്കുന്നവനെ മുലപ്പാൽ കുടിപ്പിക്കുകയും ചെയ്തവൾക്കു ഭാഗ്യം. ആകയാൽ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവിന്റെ പ്രാർത്ഥനകളാൽ കരുണയോടെ ഞങ്ങളിൽ സൂക്ഷിച്ചു നോക്കണമേ. നിന്റെ കൃപയാൽ രോഗികൾക്ക് സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ജീവിച്ചിരിക്കുന്നവർക്ക് പ്രത്യാശയും വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും നൽകണമേ. അശുദ്ധരായ ഞങ്ങൾ ശുദ്ധിയുള്ളവരായും മലിനരായ ഞങ്ങൾ നിർമ്മലരായും ശാന്തതയുള്ളവരായും വ്യത്യാസപ്പെടുവാൻ ഇടയാക്കണമേ. ഭാഗ്യകരമായ അന്ത്യത്തിന് ഞങ്ങൾ വന്നു ചേരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.